ഹായ് ഫ്രണ്ട്സ്, സ്നേഹ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിറാക്കിൾ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ആപ്പിൾ ദിവസവും കഴിച്ചാൽ ഡോക്ടറെ അകറ്റാം എന്ന ചൊല്ല് വെറുതെയല്ല. കാരണം നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് അകറ്റാൻ ആപ്പിൾ സഹായിക്കും. ആന്റി ഓക്സിഡന്റ്സും ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ടാണ് ആപ്പിൾ. നമുക്കിന്ന് ആപ്പിൾ ഉപയോഗിച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുണ്ടാക്കിയാലോ? എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആപ്പിൾ അച്ചാർ തയ്യാറാക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ അച്ചാർ തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 3 ആപ്പിള് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ആപ്പിളാണ് ഏറ്റവും ബെറ്റർ. ഇതിലേക്ക് ആവശ്യത്തിന് ചേർക്കാനായി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർക്കാനായി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരൽപ്പം ഉലുവപ്പൊടി, ആവശ്യത്തിന് ചേർക്കാൻ കടുക്, അല്പം ഉലുവ, കായപ്പൊടി, കറിവേപ്പില, വിനാഗിരി എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാറ് വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, അല്പം കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരൽപ്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആപ്പിൾ അച്ചാറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണിത്. ആപ്പിൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം നമുക്ക് ആപ്പിൾ യൂസ് ചെയ്ത് ഒരു അച്ചാർ ഉണ്ടാക്കുക, അത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. ഇനി ഒരു 2 മിനിറ്റും കൂടി ഈ മിക്സ് എല്ലാം ഒന്ന് ആപ്പിളിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫ്രൂട്ടാണ്, നമ്മളിത് പച്ചക്ക് കഴിക്കുന്ന ഫ്രൂട്ടാണ് ആപ്പിള്. അപ്പോൾ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.